കോഴിക്കോട് വീണ്ടും വ്യാജ പാരാമെഡിക്കൽ കോഴ്സ് തട്ടിപ്പ്. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസസ് എന്ന സ്ഥാപനമാണ് തട്ടിപ്പിന് പിന്നിൽ. 100-ലേറെ വിദ്യാർത്ഥികളിൽ നിന്നായി 75 ലക്ഷത്തിലധികം രൂപയാണ് തട്ടിയത്. പരാതി കൊടുത്തിട്ടും നടപടിയില്ലെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. വിദ്യാർത്ഥികൾ കസബ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. പാരാമെഡിക്കൽ എന്ന് പറഞ്ഞ കോഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഇവിടെ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവർ ടീച്ചേഴ്സും എല്ലാവരും മുങ്ങി ഞങ്ങളെ പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മളിപ്പം ഫസ്റ്റ് വെങ്കടേശാചാര്യ യൂണിവേഴ്സിറ്റി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ വെങ്കടേശാചാര്യ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇവർ ചെയ്തത് വേറെ യൂണിവേഴ്സിറ്റിയാണെന്ന് മാറ്റിയിട്ടുണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹോസ്പിറ്റൽ ഫീസ് എന്ന് പറഞ്ഞിട്ട് 7500 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി പരീക്ഷ എന്ന് പറഞ്ഞിട്ട് 9000 രൂപ എല്ലാ കുട്ടികളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. സനിയോ മനോബി വിശദാംശങ്ങളുമായി. സനിയോ, പാരാമെഡിക്കൽ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതൊക്കെ വിശദാംശങ്ങളാണ് സാനിയുടെ കയ്യിലുള്ളത്. പാരാമെഡിക്കൽ തട്ടിപ്പുകൾ സംസ്ഥാനത്ത് വ്യാപകമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കോഴിക്കോട് തന്നെ 2 ആഴ്ചക്കിടെ ഇത് 2ാമത്തെ കേസാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പരാതിയുമായി എത്തിയിരിക്കുന്നത്. ക്ഷമിക്കണം, ഈ കോഴ്സിന് PSCയുടെ അംഗീകാരമില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമാണ്. എന്നാൽ ചില സ്വകാര്യ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ അംഗീകാരമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലകളിൽ ജോലിക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികളെ ഈ സ്ഥാപനത്തിന് നടത്തിപ്പുകാർ കോഴ്സിലേക്ക് ആകർഷിക്കുന്നത്. ശേഷം പണം വാങ്ങിയതിന് ശേഷം പിന്നീട് പരിശീലനത്തിനും മറ്റുമായി പോകുമ്പോഴാണ് തങ്ങളുടെ കോഴ്സിന് യാതൊരു അംഗീകാരവും ഇല്ല എന്ന് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവുന്നത്. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിൽ ഇത്തരത്തിൽ 100ഓളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയിൽ നിന്നും 1,20,000 രൂപ വെച്ച് ഇവർ ഫീസ് ഇനത്തിൽ ഈടാക്കിയിട്ടുമുണ്ട്. 1 കോടിയോളം രൂപയാണ് ഇപ്പോൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, കസബ സ്റ്റേഷനിലാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. പക്ഷേ കസബ പോലീസ് പറയുന്നത് ഈ സ്റ്റേഷൻ പരിധിയിലുള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ കേസ് കൊടുക്കാൻ കഴിയുകയുള്ളൂ. മറ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള ആളുകൾ അവരവരുടെ സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കണമെന്നാണ്. പക്ഷേ ഈ സ്ഥാപനം ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് കസബ സ്റ്റേഷൻ പരിധിയിലുമാണ്. അതുകൊണ്ട് തന്നെ കസബ സ്റ്റേഷനിൽ തന്നെ മുഴുവൻ കേസുകളും എടുക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. ഏതായാലും ഈ സ്ഥാപനത്തിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ ശ്യാംജിത്ത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. പോലീസ് പറയുന്നത് ഏകദേശം 1 കോടിയോളം രൂപ ഇയാൾ തട്ടിച്ചു എന്ന് വ്യക്തമാണ് എന്നാണ്. ഏതായാലും വിദ്യാർത്ഥികൾ ഇപ്പോഴും പ്രതിഷേധത്തിൽ തന്നെയാണ്. സനിയോ മനോബിയാണ് വിശദാംശങ്ങൾ നൽകുന്നത്.